നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ട് പുറത്തുവന്നു. 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാകേണ്ടതുണ്ട് എന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷന് പങ്കെന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷന്റെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചതെന്നും SIT അറസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് പോറ്റി പ്രതികരിച്ചത്. എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികരണം തന്നത്. തന്നെ ആരൊക്കെയോ ചേർന്ന് കുടുക്കിയതാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബംഗളൂരുവിലടക്കം അന്വേഷണ സംഘം കൊണ്ടുപോകും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ 30 വരെയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനാൽ കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യപ്പെട്ട് SIT കോടതിയിൽ അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്നാണ് SIT കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് കേസിന്റെ നടപടികൾ നടന്നത്. പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. തുടർന്ന് കോടതി പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. അതിനിടയിൽ അഭിഭാഷകനോട് സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 10 മിനിറ്റ് സമയം നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. ഇന്ന് പുലർച്ചെ 2:30-നാണ് കേസിലെ 1-ാം പ്രതിയായ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. 10 മണിക്കൂറിലേറെ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. രഹസ്യമായായിരുന്നു കോടതി നടപടികൾ. മജിസ്ട്രേറ്റ്, പ്രതി, പ്രോസിക്യൂഷൻ, പ്രതിഭാഗം അഭിഭാഷകൻ, അന്വേഷണ ഉദ്യോഗസ്ഥർ, കോടതിയിലെ പ്രധാന ജീവനക്കാർ എന്നിവർ മാത്രമാണ് കോടതിക്ക് അകത്തുണ്ടായിരുന്നത്. അഭിഭാഷകനായ ലെവിൻ തോമസാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങാൻ നിർദ്ദേശമുണ്ടായിരുന്നു. മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് എത്തിയവരെയും കോടതിയിൽ നിന്ന് മാറ്റിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു തീരുമാനം. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. സ്വർണ്ണമോഷണത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചതായാണ് സൂചന. പോറ്റിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കട്ടിളപ്പാളിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്വർണം അടിച്ചുമാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല കട്ടിളപ്പാളിയിലെ സ്വർണം പൂശലിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് എന്നാണ് അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതെന്നാണ് വിവരം. സ്വർണം വിറ്റുകിട്ടുന്ന നേട്ടമല്ല, പകരം കട്ടിളപ്പാളി പലയിടത്തും പ്രദർശിപ്പിച്ച് ഭക്തി വിൽപ്പനച്ചരക്കാക്കി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ തനിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ഇക്കാര്യം ദേവസ്വം ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ ആശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി. സ്വർണം ചെമ്പുപാളികളായി എഴുതാൻ ഉദ്യോഗസ്ഥർ സഹായിച്ചു. ചെമ്പെന്ന് രേഖപ്പെടുത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രാവിലെ പുറത്തുവന്നിരുന്നു. ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത്. സ്വർണ്ണ കവർച്ചയിൽ നടന്നത് വൻ ഗൂഢാലോചനയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. താൻ ഒറ്റയ്ക്കല്ല, ഉദ്യോഗസ്ഥരടക്കം വലിയ സംഘം ഇതിൽ പങ്കാളികളാണ്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൽപേഷിനെ കൊണ്ടുവന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ സ്വർണം പൂശാൻ ഏൽപ്പിച്ചപ്പോൾ താൻ നേരിട്ട് എത്തിയിരുന്നില്ല. അവിടെ നിന്നും ബാക്കി വന്ന സ്വർണം കൽപേഷ് വഴിയാണ് താൻ സ്വീകരിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയതെന്നും റിപ്പോർട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പുറമെ ഭരണസമിതിയും തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം താൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഗൂഢാലോചനയിലും സ്വർണ്ണ കവർച്ചയിലും തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട്. ചില ഉദ്യോഗസ്ഥരുടെ പേരടക്കം SITയോട് പറഞ്ഞതായാണ് വിവരം. താൻ ശബരിമലയിൽ സ്പോൺസറായി എത്തിയതു മുതൽ ഗൂഢാലോചന തുടങ്ങിയതായാണ് പോറ്റി പറഞ്ഞത്. ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തു എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. സ്വർണ്ണപ്പാളി ആർക്കു കൈമാറി, എത്ര സ്വർണം നഷ്ടപ്പെട്ടു, ആരൊക്കെ തട്ടിപ്പിൽ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ SIT അന്വേഷിച്ചു വരികയാണ്. 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്.
SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തത്. പിന്നാലെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവും കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവും 2 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത്. 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു 1-ാം പ്രതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 9 പേരെയാണ് പ്രതി ചേർത്തത്. നിലവിലെ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സുനിൽ കുമാർ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ, D. സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, R. ജയശ്രീ മുൻ ദേവസ്വം സെക്രട്ടറി, KS ബൈജു മുൻ തിരുവാഭരണ കമ്മീഷണർ, RG രാധാകൃഷ്ണൻ മുൻ തിരുവാഭരണ കമ്മീഷണർ, രാജേന്ദ്ര പ്രസാദ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, രാജേന്ദ്രൻ നായർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിൽ 8 പേരാണ് പ്രതികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ്, 2019 ദേവസ്വം കമ്മീഷണർ, A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന 2019 തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിങ്ങനെയായിരുന്നു പ്രതികൾ. 2019 ദ്വാരപാലക വിഗ്രഹങ്ങളുടെയും ശ്രീകോവിൽ വാതിൽ ഫ്രെയിമുകളുടെയും സ്വർണം പൂശിയ ചെമ്പ് പ്ലേറ്റുകൾ ഇലക്ട്രോ പ്ലേറ്റിംഗിനായി പോറ്റിക്ക് കൈമാറിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നും SIT ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ TDB വിജിലൻസ് വിഭാഗം പോറ്റിയെ 2 ദിവസം ചോദ്യം ചെയ്യുകയും പ്രാഥമിക അന്വേഷണത്തിനിടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി SITക്ക് 6 ആഴ്ചത്തെ സമയപരിധിയാണ് നൽകിയിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.